എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ലൊക്കേഷൻ എൻ്റെ വീടാണ്. ഇതിപ്പോൾ എവിടെയായാലും ഏത് കുടിലായാലും ഏതായാലും ഓടി അങ്ങോട്ട് പോകണം. അപ്പം കൂടണയാൻ കാത്തിരിക്കുന്ന ഒരു കിളിയായിട്ട് ഇങ്ങനെ ജീവിച്ചിരിക്കും പോകുന്നു, അത്രേ ഉള്ളൂ. വളരെ ഭയങ്കര ഫ്രീ ആയിട്ടും അല്ലെങ്കിൽ ഒരുപാട് ടെൻഷൻസ് കൊണ്ടുവെക്കാതെ എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കണം അങ്ങനെ ആഗ്രഹിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ആഗ്രഹം. എനിക്ക് എൻ്റെ പരിസരത്ത് വെറുതെ ഒരുപാട് ഈ ഗൗരവത്തിൽ സംസാരിച്ച് വഴക്കുണ്ടാക്കി അതൊക്കെ എന്നെ വല്ലാതെ അഫക്റ്റ് ചെയ്യും. എനിക്കത് ഇഷ്ടമേ അല്ല. അങ്ങനെ കഴിയുന്നതും ചിരിച്ചും സന്തോഷിച്ചും പോവുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ മറ്റു മൃഗങ്ങളും ജീവരാശികളും ചിരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. മനുഷ്യനല്ലേ ചിരിക്കാനും ചിരിപ്പിക്കാനും നമുക്ക് പ്രത്യക്ഷത്തിൽ അതല്ലേ മനസ്സിലാവുന്നുള്ളൂ. ആ സമയങ്ങളിലൊക്കെ എന്തിനാ ഇങ്ങനെ ചുമ്മാതെ വഴക്ക് വിട്ട് മനുഷ്യനെ വെറുപ്പിച്ചും അല്ലെങ്കിൽ വെറുത്തും ഒക്കെ എന്തിനാണ് ഇങ്ങനെ? അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് ഇപ്പം ലാലേട്ടൻ കൂടി ഒരു 10-12 സിനിമകൾ ചെയ്തു, അതിൽ കൂടുതൽ സിനിമകൾ ചെയ്തു. ഇപ്പൊ ശോഭന മാമായിട്ട് വീണ്ടും ഇപ്പൊ ഒരു തുടരും സിനിമ വരിക, സക്സസ്ഫുള്ളി റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുക. എനിക്കിപ്പോഴും മിഥുനത്തിലെ സുലോചന ഉണ്ടല്ലോ, ഒത്തിരി ഇഷ്ടമുള്ള കഥാപാത്രമാണ്. നിങ്ങൾ രണ്ടുപേരും വീണ്ടും ഒന്നിച്ചൊരു സിനിമ, അത് ഞങ്ങൾക്ക് ആഗ്രഹിക്കാമോ? പെട്ടെന്ന് സംഭവിക്കാമോ? അതിപ്പോ ഞാൻ ഒരു നല്ലൊരു ഡയറക്ടർ അത്രയും പ്ലാൻ ചെയ്ത് ചെയ്യണ്ടേ. കാരണം എടുത്തു വെച്ചിരിക്കുന്ന നിങ്ങളൊക്കെ ഓർക്കുന്ന ആ സിനിമകളെക്കാൾ നന്നായില്ലെങ്കിലും അതിനെ മോശമാക്കരുതല്ലോ. ഇപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ അഭിനയിച്ചിട്ട് എന്താ ഇങ്ങനെ ഒരു സിനിമ എന്ന് തോന്നാത്തൊരു സിനിമ ഉണ്ടാക്കാൻ അത് അത്ര എളുപ്പമല്ലല്ലോ. അങ്ങനൊന്നും സംഭവിക്കട്ടെ. ഇപ്പൊ മലയാളികളായതുകൊണ്ട് തന്നെ മലയാള സിനിമകൾ ഇപ്പൊ ഒത്തിരി മാറിയിട്ടുണ്ട്. ഓരോ വർഷങ്ങളും പുതിയ പുതിയ സിനിമകൾ പല രീതിയിലാണ് മേക്കിങ്ങിൽ ഒത്തിരി വ്യത്യാസങ്ങൾ വരികയാണ്. ഇപ്പം 2 ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണല്ലോ. ഇപ്പൊ തമിഴ്നാട്ടിലുള്ള സമയത്ത് നമ്മുടെ മലയാള സിനിമയെ കുറിച്ച് എന്താ അവർ പറയാ? ശരിക്കും ഞാനൊരു പെൺകുട്ടി, ഞാനിപ്പോ ഒരു സിനിമാ മേഖലയിൽ വർക്ക് ചെയ്യാണ്. ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുവരാണ്. എന്നെപ്പോലെ ഒത്തിരി പേരുണ്ടാവും. നമുക്കൊരു ബാക്ക് സപ്പോർട്ട് അല്ലെങ്കിൽ നമുക്ക് ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോയി ഇപ്പൊ ഒത്തിരി കാര്യങ്ങൾ നെഗറ്റീവും ഇപ്പൊ റൂമേഴ്സ് ഒക്കെ വന്നെങ്കിലും നമുക്ക് മുന്നോട്ട് ജീവിക്കണം, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യണം. ഇത്ര വർഷത്തെ ഒരു അനുഭവം ഉണ്ടല്ലോ. ശരിക്കും ലൈഫിനെ എങ്ങനെയാ കാണുന്നത്? അല്ലെങ്കിൽ ഒരു നമ്മുടെ ലൈഫിൽ മുന്നോട്ട് പോകാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഒരു മോട്ടിവേഷൻ തരുന്നത് എന്താ ശരിക്കും മാമിന്? ഞാൻ എന്താ പറയുക, നമ്മൾ നിശ്ചയിക്കുന്ന പോലെ അല്ല ഒരു കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ളത്. നമ്മൾ പ്ലാൻ ചെയ്തതോ അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചതോ പോലെയായിട്ടൊന്നും നടന്നിട്ടില്ല. എൻ്റെ കരിയർ മുതൽ ഇങ്ങോട്ട് ഞാൻ പഠിച്ച് ഒരു അത്യാവശ്യം ഒരു സർക്കാർ ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ ഒരു അധ്യാപിക, അവിടം വരെയൊക്കെ എൻ്റെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു സ്വപ്നം കണ്ട് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എന്ത് പഠിക്കണം എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് എൻ്റെ കരിയർ തീരുമാനിക്കപ്പെട്ടു. പിന്നെ അവിടെ നിന്നുള്ള യാത്ര എന്ന് പറയുന്നത് ഞാൻ ഇവിടെ തന്നെയാണ് നിലനിൽക്കേണ്ടതെന്ന് തീരുമാനിക്കാൻ ഒരു 100 പടം കഴിയേണ്ടി വന്നു. മനസ്സിലായില്ലേ? അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഇതുവരെയുള്ള യാത്രയും നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞതുപോലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കങ്ങനെ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് മനുഷ്യരെ കഴിയുന്നതും വെറുപ്പിക്കാതെ ജീവിക്കുക എന്നുള്ളത് മാത്രമേ മനസ്സിനകത്തുള്ളൂ. എപ്പോഴും നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാരെ കഴിയുന്നതും വേദനിപ്പിക്കാതിരിക്കുക, അത് മാത്രമേ ഉള്ളൂ. പിന്നുള്ള മോട്ടിവേഷനൊക്കെ ഒരു അമ്മയായി കഴിയുമ്പോൾ എന്താണ്, എപ്പോഴും കുഞ്ഞുങ്ങളെക്കുറിച്ച് മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ കുടുംബം എന്ന് പറയുന്നതിൽ കൂടുതൽ ഓടിപ്പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്.